നാളെ ഞാൻ ഇതിനായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് SUCIയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ സന്ദർശിച്ച ഉന്നതകുല ഗോപി ഈ വാചകം ഉച്ചരിച്ചിട്ട് നേരത്തോട് നേരമാകുന്നു. നാളെ ഞാൻ ഇതിനായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. നഡ്ഡാജിയായിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞ് ആവശ്യമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ സംസാരിച്ച് എന്താണെന്ന് നോക്കണം. നഡ്ഡാജിയോട് സംസാരിച്ച ശേഷം ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയോട് നേരിട്ട് സംസാരിക്കുമെന്നും ഉന്നത ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തായി സാർ? നഡ്ഡാജിയോട് സംസാരിച്ചിരുന്നോ? നഡ്ഡാജി എന്തു പറഞ്ഞു? സമരക്കാർക്ക് 21,000 രൂപ ശമ്പള വർധന കേന്ദ്രം ഏറ്റെന്ന് ഉന്നത ഗോപിക്ക് വല്ല ഉറപ്പും കിട്ടിയോ? ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അടക്കമുള്ള സംവിധാനങ്ങളാണ് സമരം അവസാനിപ്പിക്കാൻ ഉന്നതകുല ഗോപിയുടെ മനസ്സിലുള്ളത്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇതൊരു സൊല്യൂട്ടറി മെത്തേഡാണ്. ഒരു സൊല്യൂട്ടറി മെത്തേഡാണത്രേ. അതെന്ത് സംഭവമാണോ ആവോ? സൊല്യൂട്ടറി മെത്തേഡ് എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ടോ? തിരക്കഥ എഴുതാൻ രഞ്ജി പണിക്കരില്ലെങ്കിൽ ഇതുപോലെ പലതും നാം കേൾക്കേണ്ടി വരും. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ഒരു പിടിയുമില്ലാത്തൊരു മനുഷ്യൻ. അയാളെ പിടിച്ച് കേന്ദ്ര സഹമന്ത്രിയാക്കുന്നു. അയാൾ നാടൊട്ടുക്ക് കോമാളിക്കളി കളിച്ചു നടക്കുന്നു. ആശാവർക്കർമാരെ പിരിച്ചുവിട്ടാൽ കേന്ദ്ര ഫണ്ട് തടയുമെന്ന് വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ വിഹിതം 100 കോടി കുടിശ്ശികയാണ്. ഇതൊന്നും അറിയാതെയാണ് ഉന്നതകുല ഗോപി സമര കേന്ദ്രത്തിലേക്ക് എഴുന്നള്ളിയത്. അത് പോകട്ടെ. പക്ഷെ സമര നേതാക്കളെയും മാധ്യമങ്ങളെയും നോക്കൂ. നഡ്ഡാജിയോടും മോദിജിയോടും സംസാരിക്കാൻ നാളെ തന്നെ ദില്ലിയിലേക്ക് എഴുന്നള്ളുമെന്ന് പറഞ്ഞ ഉന്നത ഗോപിയോട് ചോദിക്കേണ്ട ചോദ്യം വല്ലതും അവർ ചോദിച്ചോ? ആശാവർക്കർമാരുടെ കഴുത്തിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരുടെ കുരുക്ക് എടുത്തു മാറ്റി പകരം അവരെ തൊഴിലാളികളായി പരിഗണിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അക്കാര്യം നഡ്ഡാജിയോടും മോദിജിയോടും പറയുമോ എന്ന് ഉന്നതകുല ഗോപിയോട് സമര നേതാക്കളും അഭ്യർത്ഥിച്ചില്ല. മാധ്യമപ്രവർത്തകരും ചോദിച്ചില്ല. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുച്ഛമായ 2,000 രൂപ ഇൻസെന്റീവ് പുതുക്കി നിശ്ചയിക്കാൻ നഡ്ഡാജിയോടും മോദിജിയോടും ആവശ്യപ്പെടുമോ എന്നും ചോദിച്ചില്ല. ആശാവർക്കർമാർക്ക് വിതരണം ചെയ്യാനുള്ള 100 കോടിയുടെ കുടിശ്ശിക കേന്ദ്രം എത്രയും വേഗം അനുവദിക്കാൻ ഇടപെടണമെന്ന് നഡ്ഡാജിയോടും മോദിജിയോടും ആവശ്യപ്പെടുമോ എന്നും ചോദിച്ചില്ല. മാധ്യമപ്രവർത്തകരുടെ കാര്യം വിടാം. ഒരു കേന്ദ്രമന്ത്രിയെ മുന്നിൽ കിട്ടിയിട്ട് തങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ നിലപാട് എന്താണെന്ന് ചോദിക്കാൻ അതിതീവ്ര വിപ്ലവകാരികളായ SUCIക്കാർ തയ്യാറായതേയില്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും മുന്തിയ വിപ്ലവകാരികളാണല്ലോ അവർ. ആശാവർക്കർമാരെ തൊഴിലാളികളായി പരിഗണിച്ച് അവർക്ക് മിനിമം വേജസ് ആക്ടിന്റെ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് എന്തുകൊണ്ടാണ് SUCI ആവശ്യപ്പെടാത്തത്? BJPക്കാരെയും കേന്ദ്രമന്ത്രിമാരെയും മുന്നിൽ കിട്ടിയിട്ട് തൻ്റെ ഇടത്തോടെ ഈ ചോദ്യം ചോദിക്കാൻ SUCIക്കാർക്ക് നാവു പൊന്താത്തതിന് കാരണമെന്ത്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ സമരം BJPക്കും UDFനും വേണ്ടി ആസൂത്രണം ചെയ്ത നാടകമാണ്. നാടകത്തിൽ വിദൂഷകനും കോമാളികളുമൊക്കെ സ്വാഭാവികം. ഉന്നതകുല ഗോപി എത്തിയതും പറഞ്ഞു വെച്ച വേഷം അഭിനയിക്കാൻ.